എത്ര പേരുണ്ട്, എന്തൊക്കെയാണ് പ്രധാനമായുള്ള മുൻകരുതലുകൾ എന്നാണ് ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്? എൽദോ, ഏറ്റവും ഒടുവിൽ നമുക്കിന്ന് രാവിലെ ലഭിച്ച ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 63 പേരാണ് ഈ ഒരു ഹൈറിസ്ക് ഗണത്തിൽപ്പെട്ട പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അത് 60 പക്ഷേ ഇന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 63 ഉയർന്നിട്ടുണ്ട്. ഈ 63 പേരും നിലവിൽ ഐസൊലേഷനിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷനിലാണ് അവരുള്ളത്. അതിൽ തന്നെ 3 പേർ പനി ബാധിച്ച് 3 പേരുണ്ട്. അതിൽ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം പനി ബാധിച്ച് ICUവിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർക്കാർക്കും തന്നെ ഈ ഒരു നിപ്പയുടെ ലക്ഷണങ്ങളില്ല. പക്ഷേ എല്ലാവിധ മുൻകരുതലും എടുത്തുകൊണ്ട് തന്നെ ഈ ഹൈറിസ്ക് ഗണത്തിൽപ്പെട്ട എല്ലാവരെയും ഇത്തരത്തിൽ നിരീക്ഷിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ലഭ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകുക എന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ സമ്പർക്ക പട്ടിക ഇനിയും കൂടാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ 230-ലേറെ പേരാണ് ഈ സാധ്യത ഈ ആദ്യ ഘട്ടത്തിലുള്ള സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഹൈറിസ്ക് ഉള്ളത് 63 ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേർ ഒരുപക്ഷെ ഈ സമ്പർക്ക പട്ടികയിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഈ തരത്തിലാണ് ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഡോക്ടർ സുൽഫി കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഡോക്ടർ സുൽഫി, നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ആ കുട്ടിയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ നിരവധിയാണല്ലോ. ഈ ഹൈറിസ്കിലുള്ള ആ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെയൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും അവരെ കൈകാര്യം ചെയ്യുക, എങ്ങനെയായിരിക്കും മുൻകരുതലുകൾ എടുക്കുന്നത്? നമുക്ക് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ് വളരെ യങ് ഏജിൽ ഒരു കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ നിപ്പയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ ആൾമോസ്റ്റ് 75%, 40 to 75% ഡെത്ത് റേറ്റ് ഉള്ള ഒരു രോഗമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മരണനിരക്ക് കൂടിയിരിക്കാനുള്ള ഒരു സാധ്യത രോഗം ബാധിക്കുന്നവരിലുണ്ട്. പക്ഷെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ മാത്രം നിൽക്കുന്ന ഒരു രോഗമാണ്. കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമല്ല. യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ അങ്ങനെ ഒരു ഭയം ഒരു തരത്തിലും ഉണ്ടാകരുത്. ഇതിൽ ഈ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാകുന്ന മാൻ ടു മാൻ കോൺടാക്റ്റോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റിന്റെ സ്രവങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കോ മാത്രം വരാൻ സാധ്യതയുള്ള രോഗമാണ്. മൂന്നാമത്തെ വസ്തുത, ഇപ്പോൾ കോൺടാക്റ്റിലിരിക്കുന്ന മിക്കവരും തന്നെയും, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിക്കവരും വളരെ നേരത്തെ തന്നെ ഈ രോഗം ഈ മരിച്ച കുട്ടിയുടെ രോഗം മൂർച്ഛിക്കുന്നതിന് വളരെ മുമ്പ് കോൺടാക്ട് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം തീയതിക്ക് ചുറ്റുവട്ടമാണ് ഇവരുമായിട്ട് ഈ കോൺടാക്ട് ട്രേസിംഗിൽ ഈ കോൺടാക്ട് ഉള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്, ഇവർ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇനി ഈ രോഗം വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന്റെ ഒരു സമയം എങ്ങനെയാണ്, അതിന്റെ ഒരു മെച്യൂരിറ്റി ടൈം എങ്ങനെയാണ്, എത്ര ദിവസമാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ലക്ഷണം കാണിച്ചു കൊടുക്കുക? നമുക്ക് 11-ാം തീയതി കഴിഞ്ഞിട്ട് ആൾമോസ്റ്റ് ഒരു 12 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരാനുള്ള ഒരു 5 to 10 ഡേയ്സിനകത്ത് തന്നെ രോഗലക്ഷണങ്ങൾ വരാനുള്ള സാധ്യതയാണ് മിക്ക രോഗികളിലും കാണുന്നത്. അത് ഇൻക്യുബേഷൻ പീരീഡ് മാറി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് രോഗലക്ഷണങ്ങൾ ഇവർക്ക് വന്നിട്ടില്ല. രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ തന്നെ നമ്മൾ ശ്രമം അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ട കാര്യം ഈ രോഗത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് തീർച്ചയായിട്ടും ഇവർക്ക് കോൺടാക്ട്സ് ഇല്ല, ആരോഗ്യ പ്രവർത്തകർ ഒഴികെ എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് വീണ്ടും മറ്റുള്ള കോൺടാക്ട്സിന് രോഗം വരുവാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് പൊതുവെ വിലയിരുത്തുവാൻ കഴിയും. അത് മാത്രമല്ല, മറ്റേ രോഗലക്ഷണമുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് നൽകുവാനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. ഈ ആന്റിബോഡി അത് എത്തിക്കണം എന്ന് പറഞ്ഞത് ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർക്ക് അങ്ങനെ ആന്റിബോഡി നൽകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നൽകുമോ, അതോ ലക്ഷണം കാണിച്ചാൽ മാത്രമാണോ? ട്രീറ്റിംഗ് ഫിസിഷ്യൻസും അവരുടെ മെഡിക്കൽ ടീമുമാണ് ഇത് തീരുമാനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ യൂഷ്വലി ഇത് വളരെ നേരത്തെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചക്കകം രോഗലക്ഷണങ്ങളുള്ളവർക്ക് കൊടുക്കുന്നത് കൂടുതൽ ഫലപ്രദമാവുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പക്ഷേ നമുക്കിപ്പോ അങ്ങനത്തെ രോഗലക്ഷണങ്ങൾ കാണാത്തത്തോളം കാലം നമുക്കിപ്പോ പുതിയ രോഗികൾക്ക് നൽകേണ്ടി വരുമോ എന്നുള്ളത് ഒരു മെഡിക്കൽ സംഘം വിലയിരുത്തി അവരുടെ മെഡിക്കൽ ടീമിന്റെ ഒരു ഡിസ്കഷൻ അനുസരിച്ചിട്ടാണ് യൂഷ്വലി ചെയ്യുക. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് പുതിയ ആൾക്കാർക്ക് കൊടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡോക്ടർ. എന്താണെങ്കിലും നമുക്ക് വളരെ കരുതലോടെ നിൽക്കാം. ഡോക്ടർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ഈ ഇത്തരം
ഡോക്ടറിന്റെ ഫോൺ കട്ടായെന്ന് തോന്നുന്നു, ടെലിഫോൺ കട്ടായി തോന്നുന്നു. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ സുൽഫീനു പ്രതികരിച്ചത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയാണ്, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. നിപ ബാധിച്ച് സംസ്ഥാനത്ത് മറ്റൊരു മരണം കൂടി സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള 4 പേർ ചികിത്സയിലുണ്ട്. സമ്പർക്ക പട്ടിക വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവരെല്ലാവരും നിരീക്ഷണത്തിലാണ്. വിദ്യാർത്ഥിയുടെ മരണം അത് പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള 14-കാരനാണ്. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങളൊക്കെ തീരുമാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ബന്ധുക്കളുമായി കൂടി ആലോചിച്ച ശേഷം അത് നിപ പ്രോട്ടോകോൾ പ്രകാരം തന്നെ നടക്കുമെന്ന് മന്ത്രി അറിയിക്കുകയുണ്ടായി. ഹൃദയസ്തംഭനമാണ് ഇന്ന് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മന്ത്രി വീണ ജോർജ് എന്നാലും കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഇനിയുള്ള സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കാനും ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് മാറാനുമുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്നാലും ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചത് ഏറെക്കുറെ ഞെട്ടിച്ചു. എല്ലാവർക്കും ദുഃഖകരമായിരുന്നു. ഇന്നലെ രാത്രിയാണ് നിപ സ്ഥിരീകരിച്ചത്. ആദ്യം ചെള്ളുപനിയായിരുന്നു സ്ഥിരീകരിച്ചത്. പിന്നീട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഫലവും അത് പോസിറ്റീവായി കണ്ടു. അങ്ങനെയാണ് നിപ തന്നെ ആണ് എന്നുള്ള രോഗലക്ഷണം അത് നിപയുടേതാണ് എന്നുള്ള ബോധ്യം വ്യക്തത കൈവന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്ന് രാവിലെയും മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം കുട്ടിയുടെ ആരോഗ്യനില അത് ഗുരുതരമാണ് എന്നുള്ള വ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിയെ നമുക്ക് കൈവിട്ടു പോകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ കുട്ടി ആ കുരുന്ന ജീവന് നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നിപ ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥി മരിച്ചു, പാണ്ടിക്കാട് സ്വദേശി എന്നുള്ളതാണ്. എന്തായാലും ആശങ്കയല്ല, നമുക്ക് കരുതലാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളവർ പ്രത്യേകം കരുതുക. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഡോക്ടർ ഡാനിഷ് സലീം സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും വവ്വാലോ മറ്റു പക്ഷിയോ കടിച്ച പഴങ്ങൾ, പച്ചക്കറികൾ ഉപയോഗിക്കരുത്. അത് വേണ്ട എന്നുള്ള തീരുമാനം തന്നെ എടുക്കുക. അത്തരമൊരു പഴം വന്നാൽ അത് വലിച്ചെറിയുക തന്നെ വേണം. ഉറപ്പായും നമ്മൾ കഴിക്കരുത് എന്ന് കൃത്യമായുള്ള തീരുമാനത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഈ പച്ചക്കറിയും പഴങ്ങളും കഴിക്കുന്നതിന് മുമ്പ് വിനീഗറിൽ, അല്ലെങ്കിൽ നാട്ടിൻ പുറങ്ങളിൽ അതിന് ചുറുക്ക എന്ന് പറയും, അത്തരം വിനീഗർ ലായനിയിൽ അത് കഴുകിയ ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുമെന്നും പറയുന്നു. CB അനുമോദ് തുടരുന്നു. അനുമോദ് എന്താണെങ്കിലും ഞെട്ടിക്കുന്ന വാർത്തയാണ്, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ബന്ധുക്കൾ ഈ സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുവോ? ഇതിനോടകം എങ്ങനെയാണ്? ഈ പ്രോട്ടോകോൾ പ്രകാരം മാത്രമേ കഴിയൂ എങ്കിൽ പോലും അത് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? കോഴിക്കോട് തന്നെയാണ് സംസ്കാരം? അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരം വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കാരണം നമ്മൾക്ക് പരിചയമുള്ള ബന്ധുക്കളൊക്കെ തന്നെ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല. അവരെല്ലാം തന്നെ ഈ ഒരു മരണത്തിന്റെ ഞെട്ടലിലാണ്, വല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രതികരണമോ അവർ എങ്ങനെ ഈ സംസ്കാരത്തെക്കുറിച്ച് തീരുമാനം എന്തെടുക്കുമെന്നോ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. എന്താണെങ്കിലും അത് ഔദ്യോഗികമായിട്ട് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും അധികൃതരോ ഒരുപക്ഷെ മന്ത്രി നേരിട്ട് ഇവരെ കാണുമോ എന്നും പറയാൻ കഴിയില്ല. അതിൽ അച്ഛനും മറ്റു ബന്ധുക്കളൊക്കെ ഒബ്സർവേഷനിലാണ്, ഐസൊലേഷനിലായതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. എന്തിനാണെങ്കിലും സാധാരണഗതിയിൽ ഇത്തരം മരണങ്ങൾ ഈ നിപ പോലെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ വലിയ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കുവാൻ. അതിന് ഈ കോഴിക്കോട് നിന്നും പാണ്ടിക്കാട്ടേക്ക് കൊണ്ടുപോയി അവിടെ ഈ ഒരു നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഈ വീട്ടുകാരുടെ കൂടി താല്പര്യവും സമ്മതവും അറിഞ്ഞിട്ട് വേണം. എന്നാണെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. ഏറെ വൈകാതെ തന്നെ ഔദ്യോഗികമായിട്ട് ഇതിലൊരു വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുവാനോ അല്ലെങ്കിൽ അറിയുവാനോ കഴിയുന്ന അവസ്ഥയിലല്ല ആ കുട്ടിയുടെ ബന്ധുക്കളും രക്ഷിതാക്കളും എന്നാണ്. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാണല്ലോ നമ്മൾ ഞെട്ടിക്കുന്നു, ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. നമ്മൾ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിലാണ് ന്യൂസ് ടെൻസ് ആരംഭിച്ചത്. പക്ഷേ അവസാനിക്കുമ്പോൾ നിപ ബാധിച്ച കുരുന്നിന്റെ 14 വയസ്സുകാരുടെ മരണമാണ് പറയേണ്ടി വരുന്നത്. അർജുന്റെ രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതും നമ്മൾക്ക് വിശദമായി ചർച്ച ചെയ്യാം, അതിലേക്ക് നമ്മൾ എത്തും. എന്നാണെങ്കിലും ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചതുകൊണ്ട് നമ്മൾ അതിലേക്ക് മാറി എന്ന് മാത്രം.